അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 11-ാം തിരുവചനം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഈ വായിച്ച വചനത്തിൻ്റെ ആരംഭ ഭാഗം കർത്താവ് പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നതാണ്. അവിടത്തേക്ക് പിശാച് വഴി വന്ന പ്രലോഭനം തൻ്റെ ദൈവപുത്രത്വം, തൻ്റെ വിശുദ്ധി തെളിയിക്കാനുള്ള വഴിയായിരുന്നു. അത്തരത്തിൽ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് കർത്താവിനുണ്ടാകുന്നത്. ഈ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെയും കർത്താവ് പരാജയപ്പെടുത്തുമ്പോഴാണ് ദൈവദൂതന്മാരുടെ ശുശ്രൂഷ കർത്താവിന് ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈവിക ദൂതന്മാരുടെ ഇടപെടൽ, ശുശ്രൂഷകൾ, പിന്തുണകൾ നമുക്കെപ്പോഴും ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു മാതൃക ഇതാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ജീവിതത്തിൽ പ്രലോഭനമുണ്ടാകുന്നത് പാപം ചെയ്യാനല്ല, പിന്നെയോ നിൻ്റെ വിശുദ്ധി, നിൻ്റെ ദൈവപുത്രത്വം ഉറപ്പിക്കുന്നതിനാണ്. അത്തരത്തിൽ നിൻ്റെ ദൈവപുത്രത്വം നീ ഉറപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതർ നിൻ്റെ ചുറ്റും നിന്ന് നിന്നെ ശുശ്രൂഷിക്കുന്ന അനുഭവം നിനക്കുണ്ടാകും. നമ്മുടെ കുടുംബത്തിലും ഈ ഒരു ശുശ്രൂഷ ലഭിക്കാൻ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമയോടെ പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നത്. നമുക്ക് ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് വഴി നടത്തുന്ന കർത്താവേ, ഇഹലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ മക്കളായ ഞങ്ങൾ തിന്മകളെ ചെറുത്തു തോൽപ്പിച്ച് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് നന്മയിൽ എന്നും നിലനിൽക്കണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മാത്രമാണ് അങ്ങയുടെ ശുശ്രൂഷകരുടെ വലിയ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.